സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. വലതുവശത്ത് നിങ്ങൾക്ക് സഫാരി പാർക്ക് കാണാം. സഫാരി പാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. മൃഗങ്ങൾക്ക് അധിവസിപ്പിക്കുന്ന ഒരു ഉദ്യാനമാണ് സഫാരി പാർക്ക്. ഇടതുവശത്ത് കാണുന്നതാണ് ഡ്രാഗൺ മാള്. ഒരു വലിയ മാളിൽ പെട്ട ഒന്നാണ് ഈ ഡ്രാഗൺ മാളും. ദുബായിലെ റാസൽഖോർ റോട്ടിലാണ് ഇതുള്ളത്. അങ്ങനെ ഞാനും കൂട്ടനും വീണ്ടും വണ്ടിയൊക്കെ ഓടിച്ച് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്വയിലേക്കാണ് നമ്മുടെ യാത്ര, എന്നല്ല പറഞ്ഞല്ലോ. എത്ര മനോഹരമായിട്ടാണ് ഇവിടേക്ക് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ട ആകാശത്തിലേക്ക് ഒരു പാലം പണിത പോലെ തോന്നും. അങ്ങനെ ആകാശപാത ഇറങ്ങി നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഈ ദുബായ് മാള് എല്ലാം കാണാൻ സാധിക്കുക. ദുബായ് മാള്, അതുപോലെ ബുർജ് ഖലീഫ, ഇതൊക്കെ നമുക്ക് റോഡിൻ്റെ വശത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. സിനിമയിലൊക്കെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ പല സിനിമയിലും ദുബായൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ റോഡും ഇതിലെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ ഇവിടെയുള്ള ദുബായ് മാള്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ദുബായ് മാള്. ദുബായിലെ ഏറ്റവും വലിയ മാളാണ് ഈ കാണുന്ന ദുബായ് മാൾ. ദുബായ് മാളിനോട് ചേർന്ന് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗായ ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. ദുബായ് മാൾ പോകുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫ കൂടി കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ബിൽഡിങ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് അറിയപ്പെടുന്നതല്ല, ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. ഈ കാണുന്നതാണ് ദുബായ് മെട്രോയുടെ പാലം. ഇതാണ് ദുബായിലെ പ്രശസ്തമായ കനേഡിയൻ യൂണിവേഴ്സിറ്റി. 2011 ഞാൻ ദുബായിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ വെറും മണൽ മാത്രമായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കനേഡിയൻ യൂണിവേഴ്സിറ്റിയും ഈ കാണുന്ന ബിൽഡിങ്ങെല്ലാം നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും ഒരു ബിൽഡിങ്ങും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് ദുബായിൽ. ദുബായ് അല്ലെങ്കിലും എന്നും അങ്ങനെ തന്നെയാണ്, നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണിത്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ഒരു ലീവിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, 2, 3, 4 മാസത്തെ ലീവിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും നമുക്ക് കാണാവുന്നതാണ്. റോഡിലായാലും പുതിയ പുതിയ ബിൽഡിങ്ങുകളും, അങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു നഗരമാണത്. അങ്ങനെ നമ്മൾ സത്വയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്വയിലേക്കുള്ള റോഡാണിത്, ജുമേറ റോഡാണ്. ജുമേറ റോട്ടിലൂടെ നമ്മൾ സത്വയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇന്ധനം നിറയ്ക്കാനായിട്ട് അഡനോക്കിൻ്റെ ഒരു പമ്പുണ്ട് സത്വയിൽ. വലതുവശത്തായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാനിയൻ ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ സത്വയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ കാണുന്നതാണ് സത്വ ബസ് സ്റ്റേഷൻ. ഇതിപ്പോൾ പുതുക്കി പണ്ടിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ സത്വയിലെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ആകാശം വളരെ മേഘാവൃതമായിട്ടാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ യാത്രയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം.